നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താ ഒപ്പിച്ചു വെച്ചേക്കണേ? ഞാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ഈ ബസ്സൂക്കടെ മുമ്പിൽ കിടന്ന് ഗെയിം കളിക്കുന്നോ? ഇതിന് മുമ്പ് എന്താണ് പണി? സാറേ ഞാൻ ഇതിന് എന്ത് തെറ്റാ ചെയ്തു സാറേ? വേഷം കെട്ടണോ? സാറ് വെച്ചിന് ഉത്തരം പറ. അയ്യോ എന്താ സാറേ ഇയാൾ ഒപ്പിച്ചു വെച്ചേക്കണേ? എന്താ സാറേ ഒന്ന് പറ, ഇയാൾ എന്താ ഒപ്പിച്ചു വെച്ചേക്കണത്? ഇവൻ ഇത് കൂടുതലേ ഒന്നും ഒപ്പിക്കാനില്ല. ഇവന്റെ പണി എന്താന്ന് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ ബാഗും തൂക്കി രാവിലെ എങ്ങോട്ടാ മനസ്സിലാ പോണേ? എടി ഞാൻ എന്നും കൂടെ പണിക്ക് തന്നെയാണ് ഈ പോണേ സാറേ. ഞാൻ എന്താ സാറേ ചെയ്തത്? എടാ നിന്റെ നാടൻ കാണാനല്ല ഞങ്ങളോട് നിൽക്കണേ. റോസയ്ക്ക് ഇവന്റെ പണി എന്താ അറിയാമോ? ക്രിമിനൽ കുറ്റം അവൻ ചെയ്യണേ. ദൈവമേ എന്റെ മനുഷ്യൻ. എടി സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. നിന്റെ അഭിനയം കൊള്ളാം, പക്ഷെ അതെ ഈ ബസ്സൂക്കയുടെ അടുത്ത് വേണ്ട. എടാ റോസേ, ഇവനെ വീടുകളിൽ വെച്ച് പ്രസവം എടുക്കല പണി. ഇത്രയേറെ ആശുപത്രികൾ ഉള്ളപ്പോഴാ അവൻ വീടുകളിൽ പോയി പ്രസവം എടുക്കണേ. നിനക്ക് മുമ്പ് എന്താണല്ലോ പണി? സാറേ മുമ്പ് ഞാൻ അപ്പുറത്തുള്ള ആശുപത്രിയില്ലേ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നു സാറേ. സാറേ എനിക്ക് പ്രസവമായിട്ട് ഒരു ബന്ധമില്ല സാറേ. ഓ, അവിടുന്ന് പഠിച്ചതല്ലേ നീ ടെക്നിക്കൊക്കെ? ഇവനാള് കൊള്ളാലോ. സാറേ ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളൂ സാറേ. എനിക്ക് ഈ പ്രസവത്തെ എടുക്കാൻ അറിയാൻ പാടില്ല സാറേ. സാറേ പ്ലീസ്, ഇത് ആരാ സാറേ സാറിനോട് പറഞ്ഞേക്കണൊക്കെ? നീ കഴിഞ്ഞ ദിവസം ഈ സുഹൃത്ത് സാറിനോട് എന്താ പറഞ്ഞേ? നിന്റെ ജോലി എന്താണെന്ന് നീ അവനോട് പറഞ്ഞില്ലേ? ഉവ്വ സാറേ ഞാൻ കണ്ടു പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതാ പണി പ്രസവമാണെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ. ഇല്ല സാറേ, അവൻ എന്നോട് പറഞ്ഞു സാറേ, വീട്ടിൽ പോയി പ്രസവം എടുക്കൽ അവന്റെ പണിയുന്നു. എടാ എന്റെ സാറേ ഇതൊന്നും സത്യമല്ല സാറേ. അവന് വെളിവില്ല സാറേ. സത്യം പറയടാ, നീ എന്താ അവനോട് പറഞ്ഞോ? എടാ ചെറുക്ക, നിനക്ക് ഇപ്പോഴും ആശുപത്രി തന്നെയല്ലേ പണി? ഇങ്ങനെ ഈ കോലത്തിൽ? എന്റെ സാഹചേട്ടാ ഞാനത് വിട്ടത് വലിയ മെച്ചമില്ല. ഞാനിപ്പോ ഇതാ പരിപാടി. ഇതെന്ന് വെച്ചാൽ നീ എന്നാ ഈ ബാഗൊക്കെ തൂക്കി പഠിക്കാൻ പോകണോ? അല്ല സാഹചേട്ടാ, ഹോം ഡെലിവറിയുടെ പരിപാടിയാ. അതാ മെച്ചം. മറ്റേത് ഇമ്മ എന്നും ഹോം ഡെലിവറിയുടെ പരിപാടിയോ? അതെന്നാ പരിപാടിയാടാ? ഹോം ഡെലിവറി അതെന്താന്ന് വെച്ചാൽ മാഡം ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആയിക്കോട്ടെ. ശരി മാഡം, വരും. ഞാൻ പോട്ടെ സാഹചേട്ടാ, നമുക്ക് പിന്നെ കാണാം. എനിക്കൊരു ഡെലിവറി ഉണ്ട്. ഹോം ഡെലിവറിയോ? അതെന്ത് പരിപാടിയായിരിക്കും? ഇത് നമ്മുടെ ബിന്ദു ടീച്ചറല്ലേ? ടീച്ചർ ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോ. എന്നാടാ ഓർക്കാ, കള്ളു കുടിക്കാനാണെങ്കിൽ എന്റെ കാശില്ല. അതൊന്നും അല്ല ടീച്ചറെ. ടീച്ചർ ഒരു സംശയം ചോദിക്കാനേ. ഈ ഹോം എന്ന് പറഞ്ഞാൽ എന്നാ ടീച്ചറെ? ഹോം എന്ന് വെച്ചാ വീട്. വീട്. അപ്പൊ ഈ ഡെലിവറി എന്ന് വെച്ചാലോ ടീച്ചറെ? ഡെലിവറി എന്ന് വെച്ചാ പ്രസവം. നിനക്ക് എന്തേ? ഞാൻ എന്റെ പണിക്ക് പോകും. അപ്പോ ഹോം എന്ന് വെച്ചാ വീട്, ഡെലിവറി എന്ന് വെച്ചാ പ്രസവം. അപ്പം ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രസവം. ഉടനെ പോലീസിനെ വിളിക്കണം. സത്യത്തിൽ അതാ സാറേ സംഭവിച്ചത്. എന്റെ പണിയാ സാറേ ഹോം ഡെലിവറി. ഞാൻ എനിക്ക് അവിടെ പോയിട്ട് യൂണിഫോം മാറ്റി പോവാൻ ഇറങ്ങിയതാ സാറേ. എടാ കുറുക്ക, ഹാപ്പി വിഷു. ഇനി നിന്റെ ഗുണ്ടും കൂടെ ഞാൻ പൊട്ടിച്ചോളയും. കോവറുക്കി പോലെ കുറുക്ക പോവല്ലടാ. നിനക്ക് ഞാനൊരു കൈനീട്ടം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്.